നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ഇരടിയം തട്ടിപ്പ് പോലീസ് കേസെടുത്തു. ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ. തൃശൂർ പാലക്കാട് ജില്ലകളിലായി നടന്നത് 500 കോടിയുടെ തട്ടിപ്പ്. പുലിപ്പേടിയിൽ കൊരട്ടി ചിറങ്ങനയ്ക്ക് സമീപം പാടത്ത് വീണ്ടും പുലിയെ കണ്ടു. ഡ്രോൺ നിരീക്ഷണവുമായി വനം വകുപ്പ്. മുളങ്കുന്നത്തുകാവിൽ ക്ഷേത്രോത്സവത്തിനെത്തിയ ആനയിടഞ്ഞത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഷൊർണൂർ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ താൽക്കാലിക സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ നിയമനം മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് കോൺഗ്രസ് കൌൺസിലർമാർ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. നഗരസഭാ ചെയർമാൻ ഏകാധിപതിയായി മാറുകയാണെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ നടന്ന കോടികളുടെ ഇരടിയം തട്ടിപ്പിൽ പോലീസ് കേസെടുത്തു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. മാപ്രാണം സ്വദേശിയിൽ നിന്ന് പണം തട്ടിയ കേസിലാണ് പോലീസ് FIR. പെരിഞ്ഞനം സ്വദേശി ഹരിദാസ് അടക്കം 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തട്ടിപ്പിന്റെ വിവരം മാധ്യമങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോലീസ് നടപടി. 500 കോടിയോളം രൂപയുടെ തട്ടിപ്പ് തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്നു എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ താൽക്കാലിക സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ നിയമനം വിവാദമാകുന്നു. മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് നിയമനമെന്നാരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ നഗരസഭാ യോഗം ബഹിഷ്കരിച്ചു. അർഹരായവരുടെ തൊഴിലവസരം നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് നഗരസഭാ ഭരണാധികാരികൾ സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് കൌൺസിലർമാർ ആരോപിച്ചു. സ്വന്തക്കാരെ നിയമിക്കുന്ന സമീപനം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. നഗരസഭാ ചെയർമാന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് യോഗം ബഹിഷ്കരിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവും കൌൺസിലറുമായ K. കൃഷ്ണകുമാർ വ്യക്തമാക്കി. ഈ നഗരസഭയിൽ ഒട്ടനവധി തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇവിടെ തൊഴിൽ തേടി അന്വേഷിച്ച് നടക്കുമ്പോഴും ഇവിടെ CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ പിന്നണി ആളുകളെ നിയമിച്ചും അതോടൊപ്പം തന്നെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും പാർട്ടി പ്രവർത്തകരെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ കൗൺസിൽ വന്നപ്പോൾ അതിന് ശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ, പ്രതിപക്ഷ കൗൺസിലർമാർ ശക്തമായി എതിർക്കുകയും അതിനെ ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോരുകയുമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 9 വർഷങ്ങളായി ഇവിടെ താൽക്കാലികമായും അതുപോലെ തന്നെ കോൺട്രാക്റ്റ് വ്യവസ്ഥയിലും ഒട്ടനവധി ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് ഷൊർണൂർ നഗരസഭയിൽ ആകെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഈ നഗരസഭാ പ്രദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ നിഷേധിക്കുകയും അതിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സംഭവത്തിൽ കൌൺസിലർമാരായ TK ബഷീർ, PR പ്രവീൺ, T സീന, C സന്ധ്യ എന്നിവരും പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ കൊരട്ടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. കൊരട്ടിക്ക് സമീപം ചിറങ്ങരയിൽ പുലിയുടെ സാന്നിധ്യത്തെ തുടർന്ന് 5 ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇവിടെ നിന്നും അല്പം മാറി ദേവമാത ആശുപത്രിക്ക് സമീപം പാടത്താണ് ഇന്നലെ രാത്രി വീണ്ടും പുലിയെ കണ്ടത്. മേഖലയിൽ വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മീൻ പിടിക്കാനെത്തിയ പ്രദേശവാസിയാണ് പുലിയെ കണ്ടത്. സംഭവത്തെ തുടർന്ന് RRT സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസമാണ് കൊരട്ടി ചിറങ്ങരയിൽ വീട്ടിൽ പുലിയെത്തി വളർത്തുനായയെ പിടികൂടിയത്. ഇതിനു പിന്നാലെ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പുലിയുടെ കാൽപ്പാടുകളും വീട്ടിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ച് നായയെ പിടികൂടിയത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇതിനു പിറകെ കഴിഞ്ഞ രാത്രി പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. അങ്ങനെ മീൻ പിടിക്കാൻ വന്ന ഒരു സ്ഥലത്ത് മീൻ പാറ്റിക്കണോണ്ട് ഞാൻ ഒറ്റലോണ്ട് ഒറ്റി നമ്മൾ ഒറ്റലിൻ്റെ ഉള്ളിൽ തപ്പി പിടിക്കുന്ന സാധനത്തിന് അങ്ങനെ ഒരെണ്ണത്തിന് കിട്ടി. അതിനകത്ത് അപ്പം ഞാൻ താരാലി അടിക്കാൻ വേണ്ടി ഈ ടോർച്ച് കത്തി കിടക്കാം. ടോർച്ച് ഇങ്ങനെ മുകളിലേക്ക് കത്തി വെക്കണതിൻ്റെ പേരിൽ താരാലി അഴിച്ചുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് മൊത്തം കാടാ. ഇത് നമ്മുടെ ഇവിടെ അഷറഫിൻ്റെ വീടിൻ്റെ ബാക്ക് വശം എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. ദേമാത മൃഗാശുപത്രിയുടെ ബാക്ക് വശം, മാർട്ടിമടത്തിന് സമയം. അങ്ങനെ ഞാൻ അവിടെ ടോർച്ച് അടിച്ച വഴി നോക്കുമ്പോൾ ഈ സാധനം അവിടെ ഇരുന്ന് എന്തോ തിന്നുകൊണ്ടിരിക്കുകയാണ്, മൃഗാശുപത്രിയുടെ ബാക്ക് വശം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, മീനും വേണ്ടതാനും. ഞാൻ ആ സാധനം അവിടെ ഇട്ടിട്ട് ഒറ്റലും കൊണ്ട് ഫസ്റ്റ് ഓടി. അതേസമയം കൊരട്ടി ചിറങ്ങരയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയിൽ ഡ്രോൺ നിരീക്ഷണം നടത്താൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാകും നടത്തുകയെന്ന് വനംവകുപ്പ് അറിയിച്ചു. പുലിയുടെ നിലവിലെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ കൂട് സ്ഥാപിക്കും. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നതിൽ പൊതുജനങ്ങൾ ശ്രദ്ധ പാലിക്കണമെന്ന് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. പുലിയെ സംബന്ധിച്ച വ്യാജ പ്രചരണം ഒഴിവാക്കണമെന്നും വനംവകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുളങ്കുന്നത്തുകാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. ശ്രീരാമൻ എന്ന ആനയാണ് ഇടഞ്ഞത്.
ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിന്റെ ഭാഗമായി ശീവേലിക്ക് എത്തിച്ച ശ്രീരാമൻ എന്ന ആനയാണ് ഇടഞ്ഞത്. രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ആനയിടഞ്ഞത് ക്ഷേത്രത്തിൽ പരിഭ്രാന്തി പരത്തി. പാപ്പാന്മാർ ചേർന്ന് ഉടൻ ആനയെ തളച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഇടഞ്ഞ ആനയെ പിന്നീട് ലോറിയിൽ കയറ്റി സ്ഥലത്തുനിന്ന് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ചൊവ്വാഴ്ച വൈകിട്ട് ഭക്തി നിർഭരമായ ചടങ്ങിലാണ് കൊടിയേറ്റം നടന്നത്. അണ്ടനാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ ഭക്തരുടെ കൂട്ടായ്മയിൽ സ്വരൂപിച്ച ക്ഷേത്രത്തിലേക്കുള്ള നിലവിളക്ക് സമർപ്പണവും നടന്നു. തിരുവുത്സവം മാർച്ച് 25-ന് ആറാട്ടോടെ സമാപനമാകും. ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, സമൂഹാർച്ചന, ഉച്ചപൂജ, അന്നദാനം, വൈകിട്ട് ദീപാരാധന, ആചാര്യവരണം, തൃക്കൊടിയേറ്റ്, തിരുവാതിരക്കളി എന്നിവയുണ്ടായി. ബുധനാഴ്ച വൈകിട്ട് ചാക്യാർകൂത്ത്, വ്യാഴാഴ്ച വൈകിട്ട് കഥകളി, വെള്ളിയാഴ്ച വൈകിട്ട് ഓട്ടംതുള്ളൽ, ശനിയാഴ്ച നൃത്തനൃത്യങ്ങൾ, ഞായറാഴ്ച തിരുവാതിരക്കളി, തിങ്കളാഴ്ച പള്ളിവേട്ട, ചൊവ്വാഴ്ച രാവിലെ ആറാട്ട്. തുറന്നു നടക്കുന്ന ആറാട്ട് സദ്യയോടെ തിരുവുത്സവത്തിന് സമാപനമാകും. എല്ലാ ദിവസവും അന്നദാനവും അതേപോലെ തിരുവാതിരകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, കഥകളി എന്നിവ, കുട്ടികളുടെ ഡാൻസുകൾ എന്നിവ എല്ലാ ദിവസവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അടുത്ത വർഷം തന്നെ ശ്രീകോവിലിൻ്റെയും മറ്റേ നമസ്കാര മണ്ഡപത്തിൻ്റെയും പുനർനിർമ്മാണം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാലും എല്ലാ ദിവസവും അന്നദാനവും വൈകുന്നേരം ഓരോ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആയതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 27ാമത് EMS അനുസ്മരണം സംഘടിപ്പിച്ചു. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ മാസം ആദ്യവാരം മധുരയിൽ വെച്ച് പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം, പാർട്ടി കോൺഗ്രസ് 24ാമത് പാർട്ടി കോൺഗ്രസ് നടക്കാനിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ സഖാവിനെ അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, ദീർഘകാലം 10-13 വർഷത്തോളം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ഈ പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ന് കേരളത്തിൽ ഇത്രയും അതിവേര് ഉണ്ടാക്കുന്നതിന് വേണ്ടി, ജനസ്വാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും പാർട്ടിയാക്കി വളർത്തുന്നതിൽ നിസ്തൂലമായ പങ്കുവഹിച്ച സഖാവാണ് സഖാവ് EMS എന്ന് പറയുന്നത്. നമുക്കറിയാം. P. സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. MK മനോജ്, ജോൺസൺ ജേക്കബ്, V. മോഹനൻ എന്നിവർ സംസാരിച്ചു. ആസ്തി വികസനത്തിനും സുസ്ഥിര വരുമാനത്തിനും ഗ്രാമീണ ടൂറിസം വികസനത്തിനും മുഖ്യ പരിഗണന നൽകി പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ്. വൈസ് പ്രസിഡന്റ് EP പൗലോസാണ് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരിയുടെ അധ്യക്ഷതയിലായിരുന്നു ബജറ്റ് അവതരണ യോഗം. ആസ്തി വികസനത്തിനും സുസ്ഥിര വരുമാനത്തിനും ഞാവളൻകടവ് ഗ്രാമീണ ടൂറിസത്തിനും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് EP പൗലോസാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 26,50,1769 രൂപ പ്രതീക്ഷിത വരവും 26,01,00,000 രൂപ ചെലവും 49,769 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി രാംമോഹൻ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ഭാരതപ്പുഴയോരത്തെ കുട്ടികളുടെ പാർക്കിൽ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുന്നതായി പരാതി. നഗരസഭ കാര്യക്ഷമമായി പാർക്ക് പരിപാലിക്കുന്നില്ലെന്ന് BJP ആരോപിച്ചു. 3 വർഷം മുമ്പാണ് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സ്ഥലത്ത് കുട്ടികൾക്കായി പാർക്ക് നിർമ്മിച്ച് നഗരസഭയ്ക്ക് കൈമാറിയത്. വർഷത്തിലൊരിക്കൽ പോലും ഇത് പരിപാലിക്കാൻ തയ്യാറാകാത്തതാണ് പല സാമഗ്രികളും തുരുമ്പെടുത്ത് നശിക്കാൻ കാരണമായതെന്ന് പരാതിയുണ്ട്. കുട്ടികൾക്കായി 10ഓളം ഉപകരണങ്ങളാണ് പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ളത്. കുട്ടികൾ പാർക്കിലെ ഉപകരണങ്ങളിൽ കയറുമ്പോൾ ഇവ തുരുമ്പെടുത്തതോടെ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. 2 പേരെ പാർക്കിന്റെ മേൽനോട്ടത്തിന് നഗരസഭ നിയോഗിച്ചിട്ടുണ്ട്. പ്രദേശത്തൊന്നും യാതൊരു തരത്തിലുള്ള വെളിച്ചം, ഇതെല്ലാം ഈ പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമാക്കാനാണ് നഗരസഭ അവിടെ ഇത്തരത്തിലുള്ള പാർക്ക് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. ഒരു ജീവനക്കാരനെ അവിടെ നിർത്തിക്കൊണ്ട് നഗരസഭ ഇപ്പോൾ ഒരു കളിക്കുന്ന ഒരു ഉപകരണത്തിലും കയറരുത് എന്ന് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി മാത്രം ഒരാളെ നിയമിച്ചിരിക്കുകയാണ്. അതല്ലാതെ ഇത് വളരെയധികം പ്രതിഷേധാർഹമാണ്. നഗരസഭയുടെ ഏറ്റവും കണ്ണായ സ്ഥലം എന്ന് പറയുന്ന ഭാരതപ്പുഴ തീരം,
ആ തീരം സംരക്ഷിക്കാനോ ഇവിടുത്തെ മറ്റ് ആളുകൾക്ക് ദിനം പ്രതി നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഭാരത പുഴയോരം, ആ പുഴയോരത്ത് കുട്ടികളുടെ ഒരു പാർക്ക് അത് സംരക്ഷിക്കാൻ സാധിക്കാത്ത നഗരസഭ വളരെയധികം പരാജയമാണ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. അപകട സാധ്യതയുള്ള ഉപകരണങ്ങളിൽ കയറരുതെന്ന് പലപ്പോഴും ഇവരാണ് കുട്ടികളോട് പറയുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 7 വരെ തുറന്നു കിടക്കുന്ന പാർക്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ നൂറുകണക്കിന് കുട്ടികളാണ് എത്തുക. ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരണത്തിൽ ഉൾപ്പെടുത്തി പാർക്ക് നവീകരിക്കുമെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അഴകിന്റെ വേദിയിൽ കിരീടം ചൂടി ഷൊർണൂരിന്റെ പേരമകൾ അരുണിമ. കല്യാൺ സിൽക്സ് വനിതാ മിസ് കേരള സൗന്ദര്യ മത്സരത്തിൽ സൗന്ദര്യവും അറിവും കൊണ്ട് മത്സരിച്ച 750 സുന്ദരികൾക്കിടയിൽ നിന്നാണ് അരുണിമ ആരും കൊതിക്കുന്ന അഴകിന്റെ റാണിയായത്. കല്യാൺ സിൽക്സ് വനിതാ മിസ് കേരള 2025 സൗന്ദര്യത്തിന്റെ കിരീടമണിഞ്ഞ ജയനാരായണൻ സ്വപ്ന ദമ്പതികളുടെ മകൾ അരുണിമ ഷൊർണൂരിന്റെ അഴകുള്ള പേരക്കുട്ടിയാണ്. റിട്ടയർഡ് റെയിൽവേ എഞ്ചിനീയർ പരുത്തിപ്ര കൃഷ്ണാഞ്ജലിയിൽ കൃഷ്ണൻകുട്ടി നായരുടെ മകളാണ് അരുണിമയുടെ അമ്മ സ്വപ്ന. STV ചെയർമാൻ RB അനിൽകുമാറിന്റെ അമ്മാവൻ കൂടിയാണ് കൃഷ്ണൻകുട്ടി നായർ. നൃത്തവും അഭിനയവും മോഡലിംഗും ഇഷ്ടമേഖലകളായ അരുണിമ ജയൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അഴകും അറിവും കൊണ്ട് മത്സരിച്ച 750ഓളം സുന്ദരിമാർക്കിടയിൽ നിന്നാണ് അരുണിമ മിസ് കേരള നക്ഷത്ര കിരീടം ചൂടിയത്. ഇക്കഴിഞ്ഞ 15-ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് കൺവെൻഷൻ ഹാളിൽ നടന്ന ഗ്രാൻഡ് ഫിനാലയിൽ 20 പേരാണ് അന്തിമ റൗണ്ടിൽ മത്സരിച്ചത്. ഷൊർണൂരിനും സമീപ ഗ്രാമമായ വാടാനംകുറിശ്ശിക്കുമെല്ലാം അഭിമാനമായി അരുണിമ അഴകിന്റെ കിരീടം ചൂടി. ബിടെക് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് പൂർത്തിയാക്കിയ അരുണിമ ക്യാമ്പസ് സെലക്ഷനിലൂടെ നേരത്തെ ഒരു കനേഡിയൻ IT കമ്പനിയിൽ ജോലി നേടിയിരുന്നു. മോഡലിംഗ്, പരസ്യചിത്ര രംഗങ്ങളിൽ സജീവമാണെങ്കിലും കരിയറിൽ അഴകിന്റെ റാണി പ്രാധാന്യം നൽകുന്നത് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും തന്നെ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വേണ്ട ലഹറ വേണ്ട എന്ന മുദ്രാവാക്യവുമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. സമാപന യോഗം കൊപ്പം SI KR അജിത് ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റും JCI കൊപ്പം യൂണിറ്റുമായി സഹകരിച്ചാണ് ലഹരി വേണ്ട ലഹള വേണ്ട എന്ന മുദ്രാവാക്യമുയർത്തി ലാല എന്ന പേരിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. മുളയങ്കാവ് UP സ്കൂൾ, മണ്ണേങ്കോട് UP സ്കൂൾ, രായരനെല്ലൂർ UP സ്കൂൾ, ആമയൂർ UP സ്കൂൾ, വിളയൂർ സെന്റർ, കൊപ്പം ടൗൺ എന്നിവിടങ്ങളിലായാണ് ഫ്ലാഷ് മോബ് നടത്തിയത്. സമാപന യോഗം കൊപ്പം SI KR അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. എന്നുള്ള പേരിൽ SPC സ്റ്റുഡൻസ് ഇങ്ങനൊരു JCIയും SPC സ്റ്റുഡൻസും ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്, അത് സമാപനമാണ് ഇവിടെ നിന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ സമാപനമില്ല എന്ന് തന്നെ പറയാം. ലഹരി എന്ന് തീരുന്നു അന്ന് വരെ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, വൈസ് പ്രസിഡന്റ് KP നൌഫൽ, JCI കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ, അധ്യാപിക KT ജലജ, NP ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന കലാമണ്ഡലം അച്യുതാനന്ദനെ മിഴാവ് ലോകത്തിന്റെ നേതൃത്വത്തിൽ ആദരിക്കും. നാദാനന്ദം 2025 എന്ന പേരിൽ മാർച്ച് 20-ന് കലാമണ്ഡലം കൂത്തമ്പലത്തിലാണ് ആദര സമ്മേളനമെന്ന് സംഘാടകർ ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കലാമണ്ഡലം മിഴാവ് വിഭാഗം അധ്യക്ഷനും അക്കാഡമിക് കോർഡിനേറ്ററുമായ കലാമണ്ഡലം അച്യുതാനന്ദൻ 28 വർഷത്തെ സേവനത്തിന് ശേഷം മാർച്ച് 31-ന് വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് സമുചിതമായ യാത്രയയപ്പ് നൽകുമെന്നും ആദരമൊരുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 20-ന് രാവിലെ 9 മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിലാണ് ആദര സമ്മേളനം. ശിഷ്യരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പങ്കെടുക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യും. വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും.
പ്രൊഫസർ കലാമണ്ഡലം ഈശ്വരനുണ്ണി ഉപഹാര സമർപ്പണം നിർവഹിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മിഴാവിൽ മേളവും തുടർന്ന് ചാക്യാർകൂത്തും വൈകിട്ട് 4:30 നങ്ങ്യാർകൂത്തും 50-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന മിഴാവിൽ പഞ്ചാരിമേളവും അരങ്ങേറും. കേരള കലാമണ്ഡലത്തിൽ നിന്ന് മിഴാവ് വിഭാഗം അധ്യക്ഷനും കലാമണ്ഡലത്തിൻ്റെ അക്കാദമിക് കോർഡിനേറ്ററുമായിരിക്കുന്ന കലാമണ്ഡലം അച്യുതാനന്ദൻ അവർകൾ അദ്ദേഹത്തിൻ്റെ 28 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം വിരമിക്കുകയാണ്. അതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും സഹൃദയരും ചേർന്ന് അതിവിപുലമായിരിക്കുന്ന ഒരു അനുമോദന ദിനം ആചരിക്കുകയാണ്. അദ്ദേഹത്തിനോട് ആദരസൂചകമായി അദ്ദേഹത്തെ ഈ മിഴാവ് കലാലോകം തന്നെ ആദരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിന് നാദാനന്ദം എന്ന പേരോട് കൂടിയിട്ടാണ് ഇത് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ആദ്യം മാർച്ച് 20-നാണ് ഇതിൻ്റെ പരിപാടി ആരംഭിക്കുന്നത്. മാർച്ച് 20 രാവിലെ 9 മണിക്ക് കലാമണ്ഡലത്തിലെ ആദ്യത്തെ മിഴാവ് വിദ്യാർത്ഥിയായിരുന്ന കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ, അതുപോലെ കലാമണ്ഡലം ഈശ്വരുണ്ണി ആശാൻ 2 അധ്യാപകർ ചേർന്നിട്ടാണ് ഇത് ഭദ്രദീപം കൊളുത്തി ആദ്യമായി ഇത് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം കലാമണ്ഡലം ബിലഹരി എസ് മാരാർ അവതരിപ്പിക്കുന്ന അഷ്ടപതി. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ കലാമണ്ഡലം ധനരാജൻ, ട്രഷറർ വിനീഷ്, ജോയിന്റ് കൺവീനർ രവികുമാർ, രതീഷ് ദാസ്, ജയരാജ്, സജിത്ത് വിജയൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ഇരടിയം തട്ടിപ്പ് പോലീസ് കേസെടുത്തു. ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ. തൃശൂർ, പാലക്കാട് ജില്ലകളിലായി നടന്നത് 500 കോടിയുടെ തട്ടിപ്പ്. പുലിപ്പേടിയിൽ കൊരട്ടി ചിറങ്ങനയ്ക്ക് സമീപം പാടത്ത് വീണ്ടും പുലിയെ കണ്ടു. ഡ്രോൺ നിരീക്ഷണവുമായി വനം വകുപ്പ്. മുളങ്കുന്നത്തുകാവിൽ ക്ഷേത്രോത്സവത്തിനെത്തിയ ആനയിടഞ്ഞത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഷൊർണൂർ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ താൽക്കാലിക സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ നിയമനം മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. നഗരസഭാ ചെയർമാൻ ഏകാധിപതിയായി മാറുകയാണെന്നും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.